Hello everyone. Sahakari Race Plus HSST Commerce Portfolio Management ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ എന്താണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, അതേപോലെ തന്നെ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഈ ഒരു തിയറിയുടെ റെലവൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഓക്കെ, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പോർട്ട്ഫോളിയോ? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, അല്ലെ? ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക? പോർട്ട്ഫോളിയോ എന്ന് പറയുക. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ എന്തൊക്കെ ഉണ്ടാവാം? ഷെയർസ് ഉണ്ടാവാം, ഡിബഞ്ചേഴ്സ് ഉണ്ടാവാം, ബോണ്ട്സ് ഉണ്ടാവാം. അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി, അല്ലോ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും എന്താണ് വേണ്ടത്? അവർക്ക് റിട്ടേൺ ആണ് വേണ്ടത്, അല്ലേ? നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഫണ്ട് മുടക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ മാക്സിമം നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ റിട്ടേൺ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറീനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. അതേപോലെ തന്നെ MPT എന്നും ഈ ഒരു തിയറീനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ MPT എന്ന് പറഞ്ഞാലും മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി എന്ന് പറഞ്ഞാലും മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറഞ്ഞാലും മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. ഓക്കെ, then it is used to create and select a portfolio that would yield maximum return. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞു, അല്ലേ? അതായത് ഇൻവെസ്റ്റേഴ്സിനെ ഏത് കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? മാക്സിമം റിട്ടേൺ ആ ഒരു ഇൻവെസ്റ്ററിന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് സെലക്ട് എ പോർട്ട്ഫോളിയോ ദാറ്റ് വുഡ് ഈൽഡ് മാക്സിമം റിട്ടേൺ. പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കണം? മാക്സിമം റിട്ടേൺ നമ്മുടെ ഇൻവെസ്റ്ററിന് എൻഷുർ ചെയ്യുന്ന തരത്തിലുള്ള പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിൽ അയാളുടെ ഫണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയാം. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കാം. ഷെയർസ്, ഡിബഞ്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഷെയറും ബോണ്ടും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഷെയറിൽ തന്നെ ഇക്വിറ്റി പ്രിഫറൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് കോമ്പിനേഷനാണ് അയാൾക്ക് മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, മാക്സിമം റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. റിട്ടേൺ കൂടുതലായിരിക്കണം, റിസ്ക് ആ ഒരു ഗിവൺ ലെവലിലായിരിക്കണം. അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനാണ് അയാൾക്ക് മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതും റിസ്ക് ഏറ്റവും ഒരു കുറവായിട്ട് വരുന്നതും അത്തരത്തിലുള്ള ആ ഒരു കോമ്പിനേഷനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന ഒരു തിയറിയാണ് ഇത് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. ഓക്കെ, So it is developed by Harry Markowitz in 1950. ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആയില്ലേ? ആരാണ് ഈ ഒരു മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഹാരി മാർക്കോവിറ്റ്സ്, അല്ലെ? മാർക്കോവിറ്റ്സ്
തിയറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്താൽ മതി, ഹാരി കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഹാരി മാർക്കോവിറ്റ്സ് 1950 ഓക്കെ 1950 ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഹാരി മാർക്കോവിറ്റ്സ് മോഡൽ വാസ് ഫസ്റ്റ് published in the Journal of Finance in 1952 and his paper is called Portfolio Selection. അപ്പോൾ 1950 ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ്, 1952 ഓക്കെ 1952 ജേണൽ ഓഫ് ഫിനാൻസിലാണ് അദ്ദേഹം പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്നുള്ള ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് മോഡൽ ഡെവലപ്പ് ചെയ്തത് 1915 ആണെങ്കിലും പബ്ലിക്കിന് ഇത് ആക്സസിബിൾ ആവുന്ന അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇത് എത്തുന്നത് എപ്പോഴാണ്, 1952 അദ്ദേഹത്തിൻ്റെ പേപ്പറായിട്ട് ഇതെന്ത് ചെയ്യുമ്പോഴാണ്, പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പബ്ലിക്കിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന തിയറിയാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. ഹാരി മാർക്കോവിറ്റ്സ് 1950 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ദെൻ 1952 ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തിയറിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ടു ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് കോമ്പിനേഷൻ ഓഫ് പോർട്ട്ഫോളിയോ വിച്ച് പ്രൊവൈഡ്സ് ദം മാക്സിമം റിട്ടേൺ. ഓക്കെ, മാക്സിമം റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ കോമ്പിനേഷൻ ചൂസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ഇൻ 1990. ഈ ഒരു കോൺസെപ്റ്റിന് അദ്ദേഹത്തിന് എന്തുകൂടി അവാർഡ് ചെയ്തിട്ടുണ്ട്, നോബൽ പ്രൈസ് കൂടി അവാർഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അനാലിസിസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ആൻഡ് ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ്. ഇനി ഈ ഒരു തിയറിയിൽ എന്താണ് മെയിനായിട്ട് വരുന്നത്, there is an analysis of risk and return and their interrelationship. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുക, ഏത് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ നമുക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു തിയറി ബേസിക് ഐഡിയ തരിക. ഇനി എങ്ങനെയാണ് ഏത് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റിയുടെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിസ്ക് എങ്ങനെയാണ് റിട്ടേൺ എങ്ങനെയാണെന്നൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എ എന്നും ബി എന്നും പറയുന്ന സെക്യൂരിറ്റി ഉണ്ടാവും, അതേപോലെ സിയും ഡിയും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലെ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഈ 4 സെക്യൂരിറ്റീസിൻ്റെയും റിസ്ക്കും റിട്ടേണും ഒക്കെ അനലൈസ് ചെയ്ത് ഇതിൽ ഏത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാകുക എന്നൊക്കെ നോക്കി അതിൻ്റെ ഒക്കെ ബേസിസിലാണ് നമുക്ക് എന്ത് സജസ്റ്റ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ കോമ്പിനേഷൻ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യുക. സപ്പോസ് എയും ഡിയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആവും ഏറ്റവും റിട്ടേൺ ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ തരുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും, ബിയും സിയും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം റിസ്ക്, ഓരോ സെക്യൂരിറ്റീസിൻ്റെയും റിസ്ക്കും റിട്ടേണും കമ്പയർ ചെയ്ത് അതേപോലെ ഈ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്കും റിട്ടേണും എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താനായിട്ട് ഈ ഒരു തിയറി ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, then it is a practical method for selecting investment in order to maximize their overall returns with an accepted level of risk. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ ഇൻവെസ്റ്റേഴ്സ് ടു മാക്സിമൈസ് ദെയർ ഓവറോൾ റിട്ടേൺ. അവരുടെ റിട്ടേണിനെ അവർക്ക് മാക്സിമൈസ് ചെയ്യും വേണം അറ്റ് ആൻ ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്ക്. ഒരു ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്കിൽ നിന്നുകൊണ്ട് റിട്ടേണിനെ മാക്സിമം ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സപ്പോസ് എ ബി എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് വിചാരിക്കുക, സി ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്, സി ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്. രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ 12% ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എ ബി എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, അതേപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. രണ്ട് പോർട്ട്ഫോളിയോസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്, 12% ആണ്. പക്ഷേ എ ബിയുടെ റിസ്ക് എന്ന് പറയുന്നത് 6% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് 6% ആണ്. സി ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്
8% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ സി ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ രണ്ടിനും സെയിം ലെവൽ ഓഫ് റിട്ടേൺ ആണ്. പക്ഷെ റിസ്കിൽ എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട് അല്ലേ? റിസ്ക് എ ബിക്ക് 6% ആണെങ്കിൽ സി ഡിക്ക് എത്രയാണ്? 8% ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റിസ്ക്കും റിട്ടേണും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരേ എമൗണ്ട് ഓഫ് റിട്ടേൺ ആണ് രണ്ട് പോർട്ട്ഫോളിയോസും അല്ലെങ്കിൽ രണ്ട് കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും റിസ്ക് ഏതിനാണ് കുറവ്? എ ബിക്കാണ് കുറവ് അല്ലേ? എ ബിയിലാണ് 6% വരുന്നത്, അതേസമയം സി ഡിയിൽ എത്രയാണ്? 8% റിസ്ക് ഉണ്ട്. അപ്പോൾ 12% റിട്ടേൺ കിട്ടാൻ എ ബി 6% റിസ്ക് എടുത്താൽ മതി. സി ഡിയിലാണെങ്കിലോ 12% റിട്ടേൺ കിട്ടാൻ 8% റിസ്ക് എടുക്കണം. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ്? എ ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മാക്സിമം റിട്ടേൺ അറ്റ് ആൻ ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്ക്. മാക്സിമം റിട്ടേൺ ഏൺ ചെയ്യാൻ സാധിക്കണം, പക്ഷെ റിസ്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഏറ്റവും കുറവായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉള്ളതിൽ ഏറ്റവും കുറവുള്ള റിസ്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന തിയറിയാണ് modern portfolio theory, and it is based on the fact that investors are interested in maximizing the return and try to minimize the risk associated with the portfolio. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻവെസ്റ്റേഴ്സിന് അവർ റിട്ടേൺ എപ്പോഴും മാക്സിമത്തിലായിരിക്കണം, പക്ഷെ റിസ്ക് എങ്ങനെയായിരിക്കണം? മിനിമത്തിലായിരിക്കണം. അപ്പോൾ ഈ ഒരു തിയറിയിൽ ഇവർ അസ്യൂം ചെയ്യുന്നതാണ് കേട്ടോ. ഇൻവെസ്റ്റേഴ്സ് എന്താണ്? ഈ ഒരു തിയറിയുടെ അസംഷനാണ്, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയുടെ അസംഷനാണ്. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? അവർക്ക് മാക്സിമം റിട്ടേൺ വേണം, പക്ഷേ ഗിവൺ ലെവൽ ഓഫ് റിസ്കിലായിരിക്കണം. റിസ്ക് കുറവ്, ഏറ്റവും റിസ്ക് കുറവിൽ ഇപ്പോൾ 5% റിസ്കിൽ എത്ര മാക്സിമം റിട്ടേൺ അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും? ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് മേലുള്ള അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദിസ് തിയറി വാസ് ബേസ്ഡ് ഓൺ 2 മെയിൻ കോൺസെപ്റ്റ്. ഇനി ഈ തിയറിയിൽ മെയിനായിട്ട് 2 കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. എവറി ഇൻവെസ്റ്റേഴ്സ് ഗോൾ ഈസ് ടു മാക്സിമൈസ് റിട്ടേൺ ഫോർ എനി ലെവൽ ഓഫ് റിസ്ക്. നമ്മൾ പറഞ്ഞു എന്താണ് ഇൻവെസ്റ്ററിൻ്റെ എയിം എന്ന് പറയുന്നത്? എന്താണ്? റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. അതിൽ റിസ്ക് തന്നെ ഏറ്റവും മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ട് റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഡൈവേഴ്സിഫൈയിങ് എ പോർട്ട്ഫോളിയോ ത്രൂ ഇൻഡിവിജ്വൽ അൺറിലേറ്റഡ് സെക്യൂരിറ്റി. ഇനി എങ്ങനെയാണ് നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക? ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷനിലൂടെയാണ് നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ നോക്കേണ്ടി വരും. ചിലപ്പോൾ എയും സിയും തമ്മിലുള്ള കോമ്പിനേഷനേക്കാളും ബെറ്റർ ആയിരിക്കും എയും ഇയും തമ്മിലുള്ള കോമ്പിനേഷൻ. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എഫ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി കൂടി ആഡ് ചെയ്യുമ്പോഴാവും ചിലപ്പോൾ റിസ്ക് കുറയുന്നുണ്ടാവുക. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തിയറി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. തിയറി യൂസ്ഫുൾ ടു ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ കൺസ്ട്രക്ട് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. അതേപോലെ തന്നെ ഈ തിയറി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ തിയറിയുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ കൺസ്ട്രക്റ്റിംഗ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു തിയറി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുപയോഗിച്ച് നമുക്ക് എന്തുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൂടി കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ? ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഓക്കെ, എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോനെ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിലൊന്നാമത്തെ എന്താണ്? ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒന്നല്ലെങ്കിൽ എന്തായിരിക്കണം? ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ ഹയസ്റ്റ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് റിസ്ക് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ
എന്താണ്, ഒന്നല്ലെങ്കിൽ ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, അല്ലെങ്കിൽ ലോവസ്റ്റ് റിസ്ക് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ AB എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ, ഓക്കെ, ഫസ്റ്റ് പോർട്ട്ഫോളിയോ AB, ദെൻ സെക്കൻഡ് പോർട്ട്ഫോളിയോ CD, ദെൻ തേർഡ് പോർട്ട്ഫോളിയോ PQ. ഓക്കെ, ഇങ്ങനെ 3 പോർട്ട്ഫോളിയോസ് ഉണ്ടെന്ന് വിചാരിക്കുക. AB ഉണ്ട്, CD ഉണ്ട്, PQ ഉണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പം ഇതിൽ റിസ്ക് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 5% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 5% റിസ്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ റിട്ടേൺ എന്ന് പറയുന്നത് മേ ബി 12%, 13%, 8%. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്, CD എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്, PQ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്. അവരുടെ റിസ്ക് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ പോർട്ട്ഫോളിയോസിനും റിസ്ക് 5% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ അവർ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ എങ്ങനെയാണ്? ഒന്നിൽ 12%, AB 12%, CD 13%, PQ എത്രയാണ്? 8% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഏതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? ഈ ഒരു CD ആണല്ലേ, അല്ലെങ്കിൽ സെക്കൻഡ് പോർട്ട്ഫോളിയോ ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്, ആ ഒരു സെയിം ലെവൽ ഓഫ് റിസ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സെക്കൻഡ് പോർട്ട്ഫോളിയോ ആയിട്ടുള്ള CD ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു സിറ്റുവേഷനിൽ വിചാരിക്കാം, ഇവിടെ നമ്മൾ റിട്ടേൺ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ 10%. ഓക്കെ, 3 കേസിൽ എത്രയാണ്? നമുക്ക് 10% ആണ് റിട്ടേൺ വരുന്നത്. പക്ഷെ റിസ്ക് ഓക്കെ, ഇവിടെ 4%, ഇവിടെ 6%, ഇവിടെ 9%. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? AB എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ 10% ആണ്, CDയുടെ 10% ആണ്, PQൻ്റെയും 10% ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. പക്ഷെ റിസ്ക് എങ്ങനെയാണ്? 4% ആണ് ABക്ക് വരുന്നത്, CDക്ക് എത്രയാണ്? 6% ആണ് വരുന്നത്, PQന് എത്രയാണ് വരുന്നത്? 9%. അപ്പോൾ ഈ ഒരു കേസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലേ, AB എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ് എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, സെയിം ലെവൽ ഓഫ് റിട്ടേൺ ആണെങ്കിൽ പോലും അതിലേതാണ് ലോവസ്റ്റ് റിസ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു 2 സിറ്റുവേഷനിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർട്ട്ഫോളിയോനെയാണ് നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. ഒന്നല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഹയസ്റ്റ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ സെയിം ലെവൽ ഓഫ് റിസ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള സെക്കൻഡ് പോർട്ട്ഫോളിയോ ആണ് ഇവിടുത്തെ കേസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ. അതല്ല എന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് റിസ്ക് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഇവിടെ എന്താണ്, 10% തന്നെയാണ് എല്ലാ പോർട്ട്ഫോളിയോസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് റിസ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 സിറ്റുവേഷനിലും ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ 2 സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർട്ട്ഫോളിയോസിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോനെ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏത് തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ കൺസ്ട്രക്റ്റിംഗ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എപ്പോഴാണ് ഒരു പോർട്ട്ഫോളിയോ എഫിഷ്യൻ്റ് ആവുന്നത്? ഒന്നല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഹയസ്റ്റ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, അതല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ലോവസ്റ്റ് റിസ്ക് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഓക്കെ, ദെൻ MPT മെഷേഴ്സ് ദ എഫക്റ്റ് ഓഫ് combining 2 securities rather than investment in 1 security only. ഇവിടെ എന്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പോർട്ട്ഫോളിയോനാണല്ലോ. പോർട്ട്ഫോളിയോ റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റിയിലെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, 2 സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ മോർ ദാൻ 2 സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു തിയറി എന്ത് കൊടുക്കുന്നത്? ഒരു റെലവൻസ് കൊടുക്കുന്നത്. ഓക്കെ,
Then the selection of securities and construction of efficient portfolio is based on two factors, mean and variance. ഇനി മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മളെന്നെ ഈ ഒരു തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഈ ഒരു തിയറി ഹെൽപ്പ് ചെയ്യുന്നത്? ബൈ മീൻസ് ഓഫ് മീൻ ആൻഡ് വേരിയൻസ്. മീനും വേരിയൻസും ഈ പറയുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് മീന്, എന്താണ് വേരിയൻസ്? മീനാണ് നമ്മുടെ റിട്ടേൺ, വേരിയൻസ് ആണ് നമ്മുടെ റിസ്ക്. ഓക്കെ, അപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു തിയറിയിൽ വരുന്നത്, മീനും വേരിയൻസും. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിട്ടേൺ ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഹയസ്റ്റ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, അതല്ലെങ്കിൽ ലോവസ്റ്റ് റിസ്ക് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടേംസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാർക്കോവിറ്റ്സ് സേസ് ടു ഇൻക്ലൂഡ് നെഗറ്റീവ് കോറിലേഷൻ ടു ദെയർ പോർട്ട്ഫോളിയോ. അതേപോലെ ഈ തിയറിയിൽ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം. ഓക്കെ, മാർക്കോവിറ്റ്സ് മോഡലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സജഷനാണ് എന്ത്? നമ്മുടെ പോർട്ട്ഫോളിയോ അത് ഏറ്റവും എഫിഷ്യൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് ഏറ്റവും മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആകണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയുള്ള സെക്യൂരിറ്റീസിനെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കണം? നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ അതിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു പോർട്ട്ഫോളിയോ എപ്പോഴും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതെന്നാണ് മാർക്കോവിറ്റ്സ് മോഡലിൽ പറയുന്നത്. സപ്പോസ് എ ബി എന്ന് പറയുന്ന രണ്ട് സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റിയും ബി എന്ന് പറയുന്ന സെക്യൂരിറ്റിയും ഇത് തമ്മിലുള്ള കോറിലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ, ഓക്കെ, ഇത് തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ്. ഓക്കെ, റിട്ടേൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കമ്പൈൻ എ പോർട്ട്ഫോളിയോ. അത് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഒരു പോർട്ട്ഫോളിയോ എയും ബിയും ചേർന്നിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതെന്നുള്ളതാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിൽ പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ് ആവുമ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കാൻ നെഗറ്റീവ് കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരെണ്ണം മൂവ് ആവുമ്പോൾ മറ്റേത് ഡൗൺ ആവും, അല്ലെങ്കിൽ ഒരെണ്ണം ഡൗൺ ആവുമ്പോൾ മറ്റേത് മൂവ് ആവും അല്ലേ. അപ്പോൾ എയും ബി എന്ന് പറയുന്ന സെക്യൂരിറ്റി, ഇപ്പോൾ എയുടെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഡൗൺ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് ഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താവും? നമുക്ക് ആ ഒരു റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ എപ്പോഴും എന്താ കമ്പൈൻ ചെയ്യാനായിട്ട് നോക്കണം എന്ന് ഈ ഒരു തിയറിയിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എ സിറ്റുവേഷൻ വേർ വൺ സെക്യൂരിറ്റി ഷോസ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്സ് ദെൻ ദ അതർ ഈസ് ലൈക്ലി ടു ഷോ അപ്വേർഡ് മൂവ്മെൻറ്റ്. ഇനി എന്തുകൊണ്ടാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? നെഗറ്റീവ് കോറിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ സെക്യൂരിറ്റി എന്തായിരിക്കും? അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എയും ബിയും നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. ഇപ്പോൾ എ ഫോൾ ആണെന്നുണ്ടെങ്കിൽ ബി എന്താവും? അപ്പായിരിക്കും. ഓക്കെ, ഒന്ന് ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഒന്ന് അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റിസ്കിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെഗറ്റീവ് എഫക്റ്റ് ഓഫ് വൺ ഈസ് കവേർഡ് ബൈ ദി അതർ. ഒരെണ്ണത്തിൻ്റെ നെഗറ്റീവ് എഫക്റ്റിനെ മറ്റൊന്നിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് കാരണം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളത് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, Harry Markowitz used the statistical analysis for measurement of risk and mathematical programming for selection of assets in portfolio. ഇവരെന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റിസ്കിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു തിയറിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ റിസ്കിനെ മെഷർ ചെയ്യുന്നു. അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ് പോർട്ട്ഫോളിയോനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറീൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഹാരി മാർക്കോവിറ്റ്സ് 1950 ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു തിയറിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. ഇനി എപ്പോഴാണ് ഒരു പോർട്ട്ഫോളിയോ ഏറ്റവും ബെറ്റർ ആവുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് മാക്സിമം റിട്ടേൺ അറ്റ് ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് റിസ്ക് അറ്റ് ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഈ രണ്ട് കേസിൽ വരുമ്പോഴാണ് ഒരു പോർട്ട്ഫോളിയോ എഫിഷ്യൻ്റ് ആകുന്നത്. അപ്പോൾ മീനും വേരിയൻസും അല്ലെങ്കിൽ റിട്ടേണും റിസ്ക്കും ഉപയോഗിച്ച് ഈ ഒരു തിയറി എന്ത് ചെയ്യാണ്? ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോനെ സെലക്ട് ചെയ്യാനായിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിയറിയാണ്. അതേപോലെ ഈ തിയറിയിൽ പറയുന്ന ഒരു കാര്യം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്തിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിൽ മെയിനായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? ഹാരി മാർക്കോവിറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇനി മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ അല്ലെങ്കിൽ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിൽ മെയിനായിട്ട് 2 തിയറീസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൽ മെയിനായിട്ട് വരുന്ന 2 സെക്ഷൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ 2 തിയറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് മോഡൽ. ഓക്കെ, മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് മോഡൽ. ദെൻ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റി തിയറി. ഓക്കെ, മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് മോഡലും മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റി തിയറി. ഇനി എന്താണ് മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് മോഡൽ? അല്ലെങ്കിൽ ഈ ഒരു തിയറി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു സെലക്ട് combination of security. ഓക്കെ, ഒരു പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തിയറി അല്ലെങ്കിൽ മോഡലാണ് മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് മോഡൽ എന്ന് പറയുന്നത്. അതേസമയം ഈ സെലക്ട് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനിൽ അവർ വേണമെന്ന് ചൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റി തിയറി. ഒന്നുകൂടി പറയാം, ഏതൊക്കെ സെക്യൂരിറ്റീസിനെ സെലക്ട് ചെയ്യണം, ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് മോഡലിൽ. ഇനി സെലക്ട് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ പ്രൊപ്പോർഷൻ എത്രയായിരിക്കണം? ഇപ്പം A, B എന്ന് പറയുന്ന സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അതിൽ എയിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ബിയിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റി തിയറി. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. അതിൽ തന്നെ നമുക്ക് 2 സെക്ഷൻസ് ആണ്. ഫസ്റ്റ് ആണ് മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് മോഡൽ, അതേപോലെ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റി തിയറി. മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് മോഡലിൽ ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം എന്നുള്ളത് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ആ സെലക്ട് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റി തിയറി. 1 by 1 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് തിയറി. മെയിനായിട്ട് ഈ ഒരു തിയറിയിൽ 3 ടേംസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു 3 കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു തിയറി മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? റിട്ടേണും റിസ്ക്കും കോറിലേഷനും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തിനാണ് ഈ തിയറി ഹെൽപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിയറി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 കോൺസെപ്റ്റാണ് ഏതൊക്കെ? റിട്ടേണും റിസ്ക്കും കോറിലേഷനും. ഓക്കെ, റിട്ടേൺ ആണ് മീൻ എന്ന് പറയുന്നത്, റിസ്ക് ആണ് വേരിയൻസ് എന്ന് പറയുന്നത്, ദെൻ കോറിലേഷൻ. ആക്ച്വലി കോറിലേഷൻ എന്ന് പറയുന്നത് റിസ്ക് മെഷർ ചെയ്യാൻ തന്നെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, റിസ്കിൻ്റെ സബ് കമ്പോണൻ്റ് ആണ് കോറിലേഷൻ എന്ന് പറയുന്നത്.
പക്ഷേ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, റിസ്കിൻ്റെ ഒരു സബ് പാർട്ടാണ് കോറിലേഷൻ. റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കോറിലേഷനിൽ ഇതെന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു കോറിലേഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺസ് തമ്മിലുള്ള ഒരു കോറിലേഷനാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഉപയോഗിക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ റിസ്ക് മെഷർ ചെയ്യാനായിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ ഒരു കോറിലേഷൻ, പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാനായിട്ടും ഈ ഒരു കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് മോഡലിൽ വരുന്നത്. 3 ടേംസ് ആണ് വരുന്നത്: റിട്ടേണും, റിസ്ക്കും, കോറിലേഷനും. റിട്ടേണിൽ നമ്മൾ എന്താണ്, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണും നമ്മൾ നോക്കും, അതേപോലെ തന്നെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേണും നമ്മൾ നോക്കും. അതായത് കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന റിട്ടേണും നമ്മൾ നോക്കും. റിസ്കിലും സെയിം തന്നെ, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിസ്ക്കും നമ്മൾ നോക്കും, അത് കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്കും നമ്മൾ നോക്കും. ആ ഒരു പോർട്ട്ഫോളിയോ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ ടേമും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് റിട്ടേൺ. റിട്ടേൺ ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഈസ് ഈക്വൽ ടു പോസിബിൾ റിട്ടേൺ ഇൻറ്റു പ്രോബബിലിറ്റി. എങ്ങനെയാണ് റിട്ടേൺ ഐഡൻറ്റിഫൈ ചെയ്യുക ഒരു സെക്യൂരിറ്റിയുടെ? അതിൻ്റെ പോസിബിൾ റിട്ടേൺ ഇൻറ്റു പ്രോബബിലിറ്റി. പോസിബിൾ റിട്ടേണിനെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതിൻ്റെ പോസിബിൾ റിട്ടേൺ ഒരു 20 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പോസിബിൾ റിട്ടേൺ 20 ആണ്. ഇനി ആ 20 വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പോസിബിൾ റിട്ടേൺ 20, അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയായിരിക്കും? 20 × 0.5 10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പോസിബിൾ റിട്ടേൺ ഇൻറ്റു പ്രോബബിലിറ്റി. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ, ഓക്കെ, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പോസിബിൾ റിട്ടേൺ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്താൽ മതി. ഇനി പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ കണ്ടുപിടിക്കണമെങ്കിലോ പ്രൊപ്പോർഷൻ ഓഫ് സെക്യൂരിറ്റി ഇൻ പോർട്ട്ഫോളിയോ ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി. എങ്ങനെയാണ് പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കുക? പ്രൊപ്പോർഷൻ ഓഫ് സെക്യൂരിറ്റി ഇൻ പോർട്ട്ഫോളിയോ ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു എയുടെ കേസിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ 10 ആണല്ലേ. അപ്പോൾ ബിയുടെ കേസിൽ ഇതൊരു 30.5. ഓക്കെ, പോസിബിൾ റിട്ടേൺ 30, പ്രോബബിലിറ്റി 0.5 ആണെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ് വരിക? 30 × 0.5 50. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന സെക്യൂരിറ്റി, ബി എന്ന് പറയുന്ന സെക്യൂരിറ്റി, എയുടെ ഇൻഡിവിജ്വൽ റിട്ടേൺ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചു 10, ബിയുടെ ഇൻഡിവിജ്വൽ റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചു 15. ഓക്കെ, ഇനി ഇതൊരു പോർട്ട്ഫോളിയോ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയും ബിയും നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ എത്രയാണ് വരിക? പ്രൊപ്പോർഷൻ ഓഫ് സെക്യൂരിറ്റി ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ എന്താണ്? സപ്പോസ് എ എന്ന് പറയുന്നതിൻ്റെ പ്രൊപ്പോർഷൻ 0.5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എ എന്ന് പറയുന്നത് 0.5, അതായത് 100 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 50 രൂപ ഞാൻ എയിലും 50 രൂപ ഞാൻ ബിയിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൊപ്പോർഷൻ എത്രയാണ്? 0.5 ആയിരിക്കും. ആ ഒരു 0.5 × 10 പ്ലസ് 0.5 × 15, ഇതായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെയും റിട്ടേൺ നമുക്കറിയണം. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിട്ടേൺ ഇൻറ്റു എത്രയാണ്? പ്രൊപ്പോർഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിനെ നമ്മൾ സം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോ റിട്ടേൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? എയും ബി എന്ന് പറയുന്ന 2 സെക്യൂരിറ്റീസ് ആണ്. എയുടെ ഇൻഡിവിജ്വൽ റിട്ടേൺ 10 ആണ്, ബിയുടെ ഇൻഡിവിജ്വൽ റിട്ടേൺ 15 ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടിലും ഈക്വൽ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രൊപ്പോർഷൻ തീരുമാനിച്ചിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 0.5 ആണ് നമ്മുടെ പ്രൊപ്പോർഷൻ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കാൻ പ്രൊപ്പോർഷൻ ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ, എയുടെ പ്രൊപ്പോർഷൻ ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ പ്ലസ്
ബിയുടെ പ്രൊപ്പോർഷൻ ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ 0.5 ഇൻറ്റു 10 5 പ്ലസ് 7.5 അല്ലേ. അപ്പോൾ 12.5 ആയിരിക്കും നമുക്ക് എന്ത് വരിക, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് തിയറിയിൽ റിട്ടേൺ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. റിട്ടേണിൽ നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽ റിട്ടേണും അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ റിട്ടേണും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി റിസ്കിലും ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് ഒന്ന് നോക്കണം. അതേപോലെ അത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്കും നമുക്ക് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് റിസ്ക് മെഷർ ചെയ്യാൻ നോക്കാം. റിസ്ക് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഈസ് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് റിട്ടേൺ ആണ്. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എ എന്ന് പറയുന്ന സെക്യൂരിറ്റി അതിൻ്റെ റിട്ടേൺ 10% ആണ്. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ 10% ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2% ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 10%ഉം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? ആക്ച്വൽ റിട്ടേൺ മേ ബി 8% to 12%. ഓക്കെ, ഈ ഒരു 10 എന്ന് പറയുന്ന എക്സ്പെക്റ്റഡ് റിട്ടേണിൽ നിന്ന് എന്താണ് ഒരു 8% വരെ കുറയാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 12% വരെ കൂടാനും സാധ്യതയുണ്ട്. ആ ഒരു വേരിയേഷൻ ഇൻ റിട്ടേൺ ആണ് നമ്മൾ റിസ്ക് എന്ന് മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ റിസ്ക് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിൽ നിന്നും ആക്ച്വൽ റിട്ടേണും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അത് വേരി ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റീനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2% ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്ര വരെ മാറാം? 10 ആണെന്നുണ്ടെങ്കിൽ അത് 8 വരെ താഴേക്കും പോവാം, അല്ലെങ്കിൽ 12 വരെ മുകളിലേക്കും പോവാം. ബിക്കോസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 2%. അപ്പോൾ ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേണിൽ വരുന്ന വേരിയേഷൻ, ആ ഒരു ചേഞ്ചിനെ നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഏത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിസ്ക് മെഷർ ചെയ്യാമെന്ന് പറയുന്നത്. ദെൻ റിസ്ക് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഈസ് ഈക്വൽ ടു വേരിയൻസ് ഇൻറ്റു പ്രോബബിലിറ്റി. റിസ്ക് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? വേരിയൻസ് ഇൻറ്റു പ്രോബബിലിറ്റി. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേണും പോസിബിൾ റിട്ടേണും പോസിബിൾ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, വേരിയൻസ് എന്ന് പറയുമ്പോൾ പോസിബിൾ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുക. അതേ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീൻ്റെ റിസ്ക് കിട്ടും. ദെൻ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ. ഇനി പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് ആകുമ്പോൾ എന്താണ്? പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഉപയോഗിച്ചിട്ടാണ് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഈ ഒരു വേരിയൻസ് ഇൻറ്റു പ്രോബബിലിറ്റി എന്നുള്ള ടേം മാത്രമല്ല, വി ഹാവ് ആൻ അനദർ ടേം കോൾഡ് ഇൻ്ററാക്റ്റീവ് റിസ്ക്. അപ്പോൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് മെഷർ ചെയ്യാൻ നമുക്ക് വേരിയൻസും പ്രോബബിലിറ്റിയും അറിഞ്ഞാൽ മതി. പക്ഷേ പോർട്ട്ഫോളിയോൻ്റെ റിസ്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കേസിൽ നമുക്ക് എന്തുകൂടി അറിയണം? ഈ ഒരു ഇൻ്ററാക്റ്റീവ് റിസ്ക് എന്ന് പറയുന്ന ആ ഒരു ടേം കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പോർട്ട്ഫോളിയോ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എന്താണ് ഇൻ്ററാക്റ്റീവ് റിസ്ക്? ഇൻ്ററാക്റ്റീവ് റിസ്ക് മീൻസ് ഹൗ റിട്ടേൺ ഓഫ് വൺ സെക്യൂരിറ്റി ഈസ് റിലേറ്റഡ് ടു അനദർ. എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേൺ മറ്റൊരു സെക്യൂരിറ്റിയുടെ റിട്ടേണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഹൗ റിട്ടേൺ ഓഫ് വൺ സെക്യൂരിറ്റി ഈസ് റിലേറ്റഡ് ടു അനദർ. ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടേം പറഞ്ഞപ്പോൾ. ഏതായിരുന്നു അത്? കോറിലേഷൻ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കോറിലേഷൻ എന്തിനാണ്? റിസ്കിൻ്റെ സബ്പാർട്ടാണ് എന്ന് പറഞ്ഞു. റിസ്കിൻ്റെ സബ്പാർട്ട് ആവാനായിട്ടുള്ള കാരണം ഇൻ്ററാക്റ്റീവ് റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്
കോറിലേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇൻട്രാക്റ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേൺ മറ്റൊരു സെക്യൂരിറ്റിയുടെ റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോറിലേഷൻ ഉപയോഗിക്കുക. അതാണ് നമ്മുടെ ഇൻ്ററാക്റ്റീവ് റിസ്ക്. അപ്പോൾ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്, നമ്മൾ ഓവറോൾ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ റിസ്ക് പ്ലസ് ഈ ഒരു ഇൻ്ററാക്റ്റീവ് റിസ്ക് കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് മെഷർ ചെയ്യാൻ കോറിലേഷൻ എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ആണ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ദി മെഷർ ഓഫ് ഇൻട്രാക്റ്റീവ് റിസ്ക്. ഇൻട്രാക്റ്റീവ് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതേപോലെ തന്നെ കോവേരിയൻസും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഒരു എന്താണ് റിലേറ്റീവ് മെഷറാണ്, കോവേരിയൻസ് ഒരു ആബ്സല്യൂട്ട് മെഷറാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. ഓക്കെ, ദെൻ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ. ഇനി പോർട്ട്ഫോളിയോൻ്റെ ഓവറോൾ റിസ്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിഗ്മ പി സ്ക്വയർ ആണ് കേട്ടോ അത്. ഓക്കെ, സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു x1 സ്ക്വയർ, അതായത് ഫസ്റ്റ് സെക്യൂരിറ്റി എക്സ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റിയും x1 എന്ന് പറയുന്ന സെക്യൂരിറ്റിയും x2 എന്ന് പറയുന്ന രണ്ട് സെക്യൂരിറ്റീസും ഉള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ x1 സ്ക്വയർ ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഇൻറ്റു സിഗ്മ 2 സ്ക്വയർ. x1ൻ്റെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആണ്, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിസ്ക് ആണിത്. x2ൻ്റെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിസ്ക് ആണിത്. പ്ലസ് 2 ഇൻറ്റു x1 ഇൻറ്റു x2 ഇൻറ്റു R12 ഇൻറ്റു സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇത് പ്രൊപ്പോർഷനാണ്, ഈ ഒരു പോർഷനാണ് ഇൻ്ററാക്റ്റീവ് റിസ്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിലെ ഫസ്റ്റത്തെ മാർക്കോവിറ്റ്സ് മീൻ വേരിയൻസ് തിയറിയാണ്. മീൻ വേരിയൻസ് തിയറി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഏത് സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മീൻ വേരിയൻസ് തിയറി. അതിന് വേണ്ടിയിട്ട് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് മീനും വേരിയൻസും. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ. റിട്ടേണിൽ എന്താണ്? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിട്ടേൺ നോക്കും, അതേപോലെ തന്നെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേണും നോക്കും. ദെൻ റിസ്കിലേക്ക് വരുമ്പോഴും സെയിം, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക്കും നോക്കും, അതേപോലെ തന്നെ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്കും നോക്കും. അപ്പോൾ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ടേമിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷൻ എന്താണ്? ഈ ഒരു റിട്ടേൺ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കോറിലേഷൻ ഉപയോഗിച്ചിട്ടാണ് പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക? പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേണും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. നെഗറ്റീവ് കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് എപ്പോഴും പോർട്ട്ഫോളിയോ എഫിഷ്യൻ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണമെന്നാണ് ഈ MPT തിയറിയിൽ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്നുള്ള പ്രൂവ് ചെയ്യുന്നതാണ് നെക്സ്റ്റ്. നെഗറ്റീവ് കോറിലേഷൻ ഈസ് പ്രിഫേർഡ് ബിക്കോസ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് കോറിലേഷൻ ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, കോറിലേഷൻ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അതായത് RX1, അതായത് XY എന്ന് പറയുന്ന സെക്യൂരിറ്റീസിന്റെ കോറിലേഷൻ 1 ആണ്, പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇഫ് പ്രൊപ്പോർഷൻ ഓഫ് X ഈസ് 0.6, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 15. നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ജസ്റ്റ് ആ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. പ്രൊപ്പോർഷൻ ഓഫ് Y എത്രയാണ്? 0.4 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ പോർട്ട്ഫോളിയോൻ്റെ കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണം? റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ നേരത്തെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ തന്നിട്ടുള്ള ഇൻഫർമേഷൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? 0.62 ഇൻറ്റു 152 പ്ലസ് 0.42 ഇൻറ്റു 122 പ്ലസ് 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4. നമുക്ക് ആ ഒരു തന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് പ്രൊപ്പോർഷൻ എത്രയാണ്? 0.6 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്.
ഈ സ്ക്വയർ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ പ്രശ്നം. 0.6 സ്ക്വയർ ഇൻറ്റു 152 പ്ലസ് 0.4 സ്ക്വയർ. ഓക്കെ, ഇക്വേഷനിൽ വന്നിട്ടുള്ള ചെറിയ പ്രശ്നമാണ്. x1 സ്ക്വയർ ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഇൻറ്റു സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു x1 ഇൻറ്റു x2 r12 ഇൻറ്റു സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. വന്നപ്പോൾ അത് സ്ക്വയറിൻ്റെ പോർഷനൊക്കെ ഒരുമിച്ചായി വന്നുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വന്നിട്ടോ. അപ്പോൾ x1 സ്ക്വയർ ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഇൻറ്റു സിഗ്മ 2 സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് സെക്യൂരിറ്റിയുടെ റിസ്ക്, സെക്കൻഡ് സെക്യൂരിറ്റിയുടെ റിസ്ക് പ്ലസ് ഇൻ്ററാക്റ്റീവ് റിസ്ക്, ഇത്രയും പോർഷൻ ആകുമ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തെ സെക്യൂരിറ്റിയുടെ പ്രൊപ്പോർഷനാണ്. അതെത്രയാണ്? 0.6 ആണ്. ദെൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 15 ആണ്. ഓക്കെ, x1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റത്തെ സെക്യൂരിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ y ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, x1ഉം x2ഉം. ഓക്കെ, x1 എന്ന് പറയുന്ന സെക്യൂരിറ്റി x2 എന്ന് പറയുന്ന സെക്യൂരിറ്റി ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സെക്യൂരിറ്റിയുടെ റിസ്ക് എന്ന് പറയുന്നത് എന്താ? x2 സ്ക്വയർ ഇൻറ്റു സിഗ്മ 2 സ്ക്വയർ പ്ലസ് ഇൻറ്ററാക്റ്റീവ് റിസ്ക്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 എത്രയാണ്? 0.6 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15 ആണ്. x2 എത്രയാണ്? 0.4 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 12 ആണ്. ഓക്കെ, ഇപ്പോൾ 12 ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് റിസ്ക് വരിക? 13.8 ആണ് നമുക്ക് റിസ്ക് വരിക. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് നെഗറ്റീവ് കോറിലേഷൻ ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മൾ റിസ്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 13.8 ആയിരിക്കും. ഓക്കെ, ഇതിലെല്ലാം ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 13.8 ആണ്. ഓക്കെ, ഇത് മനസ്സിൽ വയ്ക്കാം കേട്ടോ. പോസിറ്റീവ് ആകുമ്പോൾ എത്രയാണ് റിസ്ക് വന്നത്? 13.8. ഇനി സപ്പോസ് റിസ്ക് കോറിലേഷൻ 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പോസിറ്റീവ് കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ റിസ്ക് എത്രയാണ് വന്നത്? 13.8. സപ്പോസ് ഈ ഒരു കോറിലേഷൻ 0 ആണെന്ന് വിചാരിക്കുക. RXY 0 ആണെന്ന് വിചാരിക്കുക. എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ 0 ആണെന്ന് വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് നമുക്ക് നോക്കാം. സെയിം കാര്യങ്ങൾ തന്നെ. പ്രൊപ്പോർഷൻ 0.6ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5ഉം വൈയും 0.4ഉം 12ഉം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ x1 സ്ക്വയർ ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഇൻറ്റു സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു y RXY ഇൻറ്റു സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. x1 എത്രയാണ്? 0.6 ആണ്. 0.6 സ്ക്വയർ ആണ് ഇൻറ്റു 152. 152 എങ്ങനെയാണ്? 150 സ്ക്വയർ പ്ലസ് 0.4 സ്ക്വയർ ഇൻറ്റു 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4. ഓക്കെ, അപ്പം എന്താണ്? 0.6 ഇൻറ്റു സ്ക്വയർ, അതായത് x1 ഫസ്റ്റത്തെ സെക്യൂരിറ്റിയുടെ പ്രൊപ്പോർഷനെ സ്ക്വയർ ചെയ്യുന്നു. ദെൻ അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ സ്ക്വയർ ചെയ്തത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് സെക്യൂരിറ്റി നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? റിസ്ക് കണ്ടുപിടിക്കുന്നു. ദെൻ ഇൻട്രാക്റ്റീവ് റിസ്ക് 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4 നമ്മൾ ചെയ്തിട്ട് ഇൻട്രാക്റ്റീവ് റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു.
ഓക്കെ, ഇതിൽ കോറിലേഷൻ നമുക്ക് 0 ആണ്. σ1 എത്രയാണ്? 15ഉം 12ഉം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ഫൈനലി നമ്മുടെ പോർട്ട്ഫോളിയോ റിസ്ക് കിട്ടുക? 10.2% ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കോറിലേഷൻ പോസിറ്റീവ് ആയിരുന്ന കേസിൽ പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കുമ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് എത്രയാണ് വന്നത്? 13.8 ആണ് വന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് 13.8 ആണ് വന്നത് എപ്പോൾ? കോറിലേഷൻ പോസിറ്റീവ് ആകുമ്പോൾ. അതേസമയം കോറിലേഷൻ 0 ആകുന്ന കേസിൽ പോർട്ട്ഫോളിയോ റിസ്ക് എത്രയാണ് വന്നത്? 10.2 ആയിട്ട് കുറഞ്ഞു അല്ലേ? പോസിറ്റീവ് ഉണ്ടാകുന്നതിനേക്കാളും റിസ്ക് കുറഞ്ഞ് 10.2 ആയി. ഇനി നെഗറ്റീവ് ആവുമ്പോഴോ? കോറിലേഷൻ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. കോറിലേഷൻ -1 ആവുന്ന കേസിൽ 4.2 ആയിരിക്കും. ഓക്കെ, ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് തന്നിട്ടുള്ള സെയിം ഇൻഫർമേഷൻസിനെ. അപ്പം നമുക്ക് എത്രയായിട്ട് വരും? 4.2% ആയിട്ട് കുറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ക്ലിയർ ആവും അല്ലേ? പോസിറ്റീവ് കോറിലേഷൻ ആകുന്ന സമയത്ത് 13.8% റിസ്ക്. കോറിലേഷനേ ഇല്ലാത്ത സമയത്ത് റിസ്ക് എത്രയായി? 10.8% ആയി. അതേസമയം നെഗറ്റീവ് കോറിലേഷനിലേക്ക് എത്തിയപ്പോൾ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് എത്രയായി? 4.2%. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് പോർട്ട്ഫോളിയോ കുറവാകുന്നത് ഏത് സിറ്റുവേഷനിലാണ്? നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഇൻവോൾവ് ആകുമ്പോഴാണ് എന്നുള്ളതാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നെഗറ്റീവ് കോറിലേഷൻ വരുമ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നതെന്നുള്ളതിൻ്റെ റീസണും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ഒരു റീസൺ നമ്മൾ എന്താണ്? ഏറ്റവും പോർട്ട്ഫോളിയോ റിസ്ക് കുറവ് വരിക നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ദെൻ കീ ആസ്പെക്റ്റ്, ഈ ഒരു തിയറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ. റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. അപ്പോൾ ഈ ഒരു മീൻ വേരിയൻസ് തിയറിയിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ്. അതിൽ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എയും ബിയും എന്ന് പറയുന്ന 2 സെക്യൂരിറ്റി ഉണ്ട്. എയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 10ഉം വെയ്റ്റ് 0.5 ആണെന്ന് വിചാരിക്കുക. ബിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ പോസിബിൾ റിട്ടേൺ എന്ന് പറയുന്നത് 15ഉം 0.5 ആണെന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ AB എന്ന് പറയുന്ന പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എത്രയായിരിക്കും? 5 + 7.5 12.5 ആയിരിക്കും. ഓക്കെ, 12.5 ആയിരിക്കും. അതായത് ഈ 2 ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെയും വെയ്റ്റഡ് ആവറേജ് റിട്ടേണിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ റിട്ടേൺ കിട്ടും. അതേസമയം റിസ്കിൻ്റെ കേസിൽ വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ വിൽ ബി ലെസ് ദാൻ ദി വെയ്റ്റഡ് ആവറേജ് റിസ്ക്. ഓക്കെ, പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് ഒരിക്കലും ഈ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിസ്കിൻ്റെ വെയ്റ്റ് ആയിരിക്കില്ല, അതിനേക്കാളും കുറവായിരിക്കും ഉണ്ടായിരിക്കുക, എക്സെപ്റ്റ് ഇൻ പോസിറ്റീവ് കോറിലേറ്റഡ്. പോസിറ്റീവ് കോറിലേറ്റഡ് സെക്യൂരിറ്റീസിൻ്റെ പോർട്ട്ഫോളിയോയിലല്ലാതെ മറ്റെല്ലാ കേസിലും പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിസ്കിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആയിരിക്കില്ല. ഓക്കെ, അതിലും കുറവായിട്ടുള്ളൊരു റിസ്ക് ആണ് പോർട്ട്ഫോളിയോന് വരുന്നത്. ഓക്കെ, ദെൻ മാക്സിമം ബെനിഫിറ്റ്സ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ത്രൂ നെഗറ്റീവ്ലി കോറിലേറ്റഡ് സെക്യൂരിറ്റി. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആകുന്നത് എപ്പോഴാണ്? നെഗറ്റീവ് കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. സീറോ കോറിലേഷൻ ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ റെഡ്യൂസിങ് റിസ്ക്. സീറോ കോറിലേഷനും നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. കാരണം എന്താണ്? പോസിറ്റീവിൽ 13.8% വരുമ്പോൾ സീറോയിൽ നമുക്ക് റിസ്ക് 10 ആക്കിയിട്ട് 10 ആക്കിയിട്ട് കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ പോസിറ്റീവിനേക്കാളും ഏറ്റവും ബെറ്റർ നെഗറ്റീവ് കോറിലേറ്റഡ് ആണ്. ഇനി നെഗറ്റീവും പറ്റിയില്ലെങ്കിൽ സീറോ കോറിലേഷൻ ആണെങ്കിൽ പോലും നമുക്ക് റിസ്ക് പോസിറ്റീവിനേക്കാളും കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീൻ വാരിയൻസ് തിയറിയുടെ കീ ആസ്പെക്ട്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മീൻ വാരിയൻസ് തിയറി ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൽ തന്നെ അവർ മെയിനായിട്ട് പറയുന്നത് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഇനി എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരത് കണ്ടുപിടിക്കുന്നത്? റിസ്ക്കും റിട്ടേണും. അപ്പോൾ റിട്ടേൺ എങ്ങനെയാണ് കാണുക?
റിസ്ക് എങ്ങനെയാണ് കാണുക, പോർട്ട്ഫോളിയോ റിസ്ക് എങ്ങനെയാണ് കാണുക എന്നുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നതാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റി തിയറി. രണ്ട് തിയറി ആണല്ലോ, മീൻ വേരിയൻസും പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റിയും. ഇനി പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റിയിൽ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദി കോമ്പിനേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊപ്പോർഷൻ നമ്മൾ അസ്യൂം ചെയ്ത് നോക്കുന്നതാണ്. ഇനി അതിൻ്റെയൊക്കെ ബേസിസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ കോമ്പിനേഷൻ ചൂസ് ചെയ്യണം. അതായത് ചിലപ്പോൾ ബി, എയിൽ 10%, ബിയിൽ 90% ആവും. അല്ലെങ്കിൽ ബിയിൽ തന്നെ എയിൽ 75%, ബിയിൽ 25%. ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ ഏത് വേണം എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ യൂട്ടിലിറ്റി തിയറി. ഓക്കെ, ദർ ആർ 2 സ്റ്റേജസ്. ഇനി ഈ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് 2 സ്റ്റേജസ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയും. അപ്പോൾ യൂട്ടിലിറ്റി തിയറിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് 2 സ്റ്റേജസ് ആണ് വരുന്നത്. ഒന്ന് കൺസ്ട്രക്ഷൻ ഓഫ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും പിന്നെ ഒന്ന് വരുന്നതാണ് സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോൻ്റെ സെലക്ഷനും. ഓക്കെ, അപ്പോൾ ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് കൺസ്ട്രക്ഷൻ ഓഫ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ കോമ്പിനേഷൻ. ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ദ പോയിന്റ്സ് ഓൺ ദ പ്ലോട്ട് ഓഫ് റിസ്ക് വേഴ്സസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ പെർ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ലൈസ് ആർ നോൺ ആസ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. നമ്മൾ ഇതിനൊരു ഗ്രാഫിക്കലി വരയ്ക്കുന്ന സമയത്ത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ലൈ ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയാം. നമ്മളിത് വരച്ച് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ തിയറി മാത്രമാണ്, ഇപ്പോൾ ജസ്റ്റ് പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ലൈ ഡൗൺ ചെയ്ത് അതിനെ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് all possible combination of risky securities for an optimal level of return at a given level of risk. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്നുള്ളത് ഗ്രാഫിക്കലി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്താണെന്ന് പറഞ്ഞു അല്ലേ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ 2 സിറ്റുവേഷൻസിലാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഒന്നല്ലെങ്കിൽ ഹൈ റിട്ടേണും ലോ റിസ്ക്കും, അല്ലെങ്കിൽ ലോ റിസ്ക് ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഓക്കെ, ഈ 2 കേസിലാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിലേക്ക് തന്നെ വരികയാണ്. എ എന്ന് പറയുന്ന സെക്യൂരിറ്റി, ബി എന്ന് പറയുന്ന സെക്യൂരിറ്റി, സി എന്ന് പറയുന്ന സെക്യൂരിറ്റി. ഓക്കെ, 3 സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ റിട്ടേൺ റിസ്ക്കും, ഓക്കെ, റിസ്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് 5% ആണെന്ന് വിചാരിക്കുക. റിട്ടേൺ എത്രയാണ്, 10, 12, 9. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, റിസ്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് 5% ആണ്, പക്ഷെ റിട്ടേൺ എന്താണ് 10ഉം 12ഉം 9ഉം. അപ്പോൾ ഒരേ റിസ്ക് ലെവലിൽ തന്നെ റിട്ടേണിൽ വേരിയേഷൻ വരുന്ന 3 സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ 3 പോർട്ട്ഫോളിയോസ്. ഓക്കെ, ഇത് പോർട്ട്ഫോളിയോസ് ആണ് കേട്ടോ. എ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ, ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ, സി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ ഒരേ റിസ്ക് ലെവലിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിട്ടേൺ തരുന്ന 3 പോർട്ട്ഫോളിയോസ്. അപ്പം ഇതിലേതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? ഇതായിരിക്കും അല്ലേ. കാരണം എന്താണ്, 5%-ൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് ഈ ഒരു ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ്. അപ്പം ഇതെന്താണ്, ഇത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, അതേപോലെ സെക്കൻഡ് സിറ്റുവേഷനിൽ റിട്ടേൺ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ 15% എന്ന് വെച്ചു, റിസ്ക് ഒരു 6%,
8%, 12%. ഓക്കെ, അപ്പോൾ റിട്ടേൺ 15% ആണ്. പക്ഷെ ഓരോ പോർട്ട്ഫോളിയോസും പ്രൊവൈഡ് ചെയ്യുന്ന റിസ്ക് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, 6ഉം 8ഉം 12ഉം. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഈ ഒരു കോമ്പിനേഷനിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഏതാണ്? എ ആണല്ലേ. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസിനെ സെലക്ട് ചെയ്ത് ആ പോർട്ട്ഫോളിയോസിനെ നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ആ കോമ്പിനേഷൻസ് നമുക്ക് തരുന്ന റിസ്ക് റിട്ടേണിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിനെ നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോനെ നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു കോൺകേവ് ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എപ്പോഴും എന്താണ്? ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ലൈ ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഈ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരുന്ന പോർട്ട്ഫോളിയോസിനെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ കോർണർ പോർട്ട്ഫോളിയോ എന്നും പറയാറുണ്ട്. ഓക്കെ, ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരുന്ന പോർട്ട്ഫോളിയോസിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്നും പറയും. അതേപോലെ തന്നെ കോർണർ പോർട്ട്ഫോളിയോ എന്നും പറയാറുണ്ട്. അപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയും ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയും സി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും ഈ ഒരു ലൈനിൽ വരുന്നതാണെങ്കിൽ അതെല്ലാം എന്താണ്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ഇവിടെ റിസ്ക്കും, ഓക്കെ, ഈ ഒരു എക്സ് ആക്സിസിൽ റിസ്ക്കും വൈ ആക്സിസിൽ റിട്ടേണുമാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, 10, 12, 14, 16, 18, 10, 12, 14, 16, 18. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ റിസ്ക്കും വൈ ആക്സിസിൽ റിട്ടേണും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ അതിൽ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. സപ്പോസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് വിചാരിക്കുക, എഫ് എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? എയും എഫും ഒരേ ഇതിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, എ എത്രയാണ് നമുക്ക് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു 13 ആണ് എ പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ. എഫും എത്രയാണ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്? സെയിം 13 തന്നെയാണ് എഫും പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ. പക്ഷേ റിസ്ക് ലെവൽ നോക്കൂ, എ പ്രൊവൈഡ് ചെയ്യുന്ന റിസ്ക് എന്ന് പറയുന്നത് മേ ബി 11 ആയിരിക്കും. അതേസമയം എഫിൻ്റെ റിസ്ക് എത്രയാണ്? 13 ആണ്. ഓക്കെ, അപ്പോൾ സെയിം ലെവൽ ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും റിസ്ക് കുറവ് എക്ക് ആയതുകൊണ്ട് എ ഏതിൽ വന്നു? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയിൽ വന്നു. അതുകൊണ്ട് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ ഭാഗമായി. എഫ് സെയിം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും റിസ്ക് കൂടുതലായതുകൊണ്ട് എന്തായിട്ട് മാറുകയാണ്? ഇൻഎഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഇൻഎഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ താഴെ വരുന്ന എല്ലാ പോർട്ട്ഫോളിയോസും എന്താണ്? ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും. ഓക്കെ, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ താഴെ വരുന്ന എല്ലാ പോർട്ട്ഫോളിയോസും ഇൻഎഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ആയിരിക്കും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരുന്നതായിരിക്കും. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിനെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ ഒരു കോൺകേവ് ഷേപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്താണ്? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിനെ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്താണ്? ഒന്നല്ലെങ്കിൽ ഹയസ്റ്റ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, അല്ലെങ്കിൽ ലോവസ്റ്റ് റിസ്ക് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഓക്കെ, ദെൻ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി തിയറിയിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് ബെറ്റർ കോമ്പിനേഷനെ ചൂസ് ചെയ്യണത് അല്ലേ? ഒന്ന് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും രണ്ടാമത് വരുന്നതാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയും.
ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ പോർട്ട്ഫോളിയോ ഓൺ ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ദാറ്റ് മാച്ചസ് ദ ഇൻവെസ്റ്റേഴ്സ് റിസ്ക് ആപ്റ്റിറ്റ്യൂഡ് ഈസ് കോൾഡ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ നമ്മൾ ഏതൊക്കെ എങ്ങനെയാണ് പോർട്ട്ഫോളിയോ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് വരുന്നത് നോക്കി. ഇനി അതിൽ തന്നെ ഇൻവെസ്റ്ററിൻ്റെ ആറ്റിറ്റ്യൂഡുമായിട്ട് മാച്ച് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. അതായത് നമ്മൾ നേരത്തെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വരച്ച സമയത്ത് എ എന്ന് പറയുന്നൊരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാവാം, ബി ഉണ്ടാവാം, സി ഉണ്ടാവാം, ഡി ഉണ്ടാവാം. അപ്പോൾ ഒരു ഇൻവെസ്റ്ററിന് അയാളുടെ റിസ്ക് പ്രിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ചില വ്യക്തിക്ക് എന്താണ് ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഓക്കെ ആയിരിക്കും, കാരണം അതിന് റിസ്ക് കൂടുതലാണ്, അതിനനുസരിച്ച് റിട്ടേൺ ഉണ്ട്, ഡി ആയിരിക്കും ഓക്കെ. ചില ആൾക്കാർക്ക് എന്താവും എ ആയിരിക്കും ഓക്കെ, കാരണം എന്താ കന്നിട്ടുള്ളതിൽ ഏറ്റവും റിസ്ക് കുറവുള്ളത് എക്കാണ്, അതിനനുസരിച്ച് റിട്ടേണും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഇൻവെസ്റ്ററുടെയും പ്രിഫറൻസ് വേറെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരുന്ന പോർട്ട്ഫോളിയോ അത് ഇൻവെസ്റ്ററുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ കിട്ടി, അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ പ്രിഫറൻസിനനുസരിച്ച് എനിക്ക് ഏത് സെക്യൂരിറ്റി വേണം എന്നുള്ളത് അല്ലെങ്കിൽ ഏത് പോർട്ട്ഫോളിയോ വേണം എന്നുള്ളത് എനിക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ ചൂസ് ചെയ്യുന്നതിനെയാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. The degree of risk attitude can be plotted on a graph with risk in x-axis and a return on y-axis to form ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇത്തരത്തിൽ റിസ്ക് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, റിസ്ക് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ഈ ഒരു കർവിൽ നിന്ന് നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ ഡി ചൂസ് ചെയ്യുമെന്ന് പറയാം അല്ലേ. റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യമുള്ളവർ ഡി ആവും ചൂസ് ചെയ്യുക. റിസ്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ളവർ ബി ചൂസ് ചെയ്യുമെന്ന് പറയും. റിസ്ക് അവേഴ്സ് ആയിട്ടുള്ളവർ, റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എ ചൂസ് ചെയ്യുമെന്ന് പറയും. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് പറയാമെന്നുണ്ടെങ്കിലും അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസ്ക് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, റിസ്ക് ആറ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, റിസ്ക് ആറ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഒന്ന് റിസ്ക് അവേഴ്സ്, പിന്നൊന്ന് റിസ്ക് ന്യൂട്രൽ, പിന്നൊന്ന് റിസ്ക് ടേക്കേഴ്സ്. ഓക്കെ, റിസ്ക് അവേഴ്സും റിസ്ക് ന്യൂട്രലും അതേപോലെ റിസ്ക് ടേക്കേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ലവേഴ്സ്, ഈ 3 കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ യൂഷ്വലി അവരുടെ റിസ്ക് ആറ്റിറ്റ്യൂഡ് വെച്ച് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുമ്പോൾ റിസ്ക് അവേഴ്സ് ആയിട്ടുള്ളവരുടെ ഇൻഡിഫറൻസ് കർവ് ഈ ഒരു ഷേപ്പിലായിരിക്കും. ഓക്കെ, റിസ്ക് അവേഴ്സ് ആയിട്ടുള്ളവരുടെ ഇൻഡിഫറൻസ് കർവ് ഈ ഒരു ഷേപ്പിലായിരിക്കും. കാരണം എന്താണ്, റിസ്ക് കൂടുന്തോറും അവർക്ക് റിട്ടേൺ കൂടുതൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ ഫോളോ ചെയ്യുക. ഓക്കെ, അവരെപ്പോഴും റിസ്ക് കുറയ്ക്കാനായിട്ട് തന്നെയാണ് ശ്രമിക്കുക. സപ്പോസ് അഡീഷണൽ റിസ്ക് എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർ അഡീഷണൽ റിട്ടേൺ ഡിമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അഡീഷണൽ റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ റിസ്ക് എടുക്കാനേ അവർ പ്രിഫർ ചെയ്യുള്ളൂ. അതുകൊണ്ട് റിസ്ക് അവേഴ്സ് ആയിട്ടുള്ളവരുടെ ഇൻഡിഫറൻസ് കർവ് ഈ ഒരു അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം റിസ്ക് ന്യൂട്രൽ ആയിട്ടുള്ളവരുടെയോ ഈ ഒരു രീതിയിലായിരിക്കും അവരുടെ ഇൻഡിഫറൻസ് കർവ്. അവർക്ക് എന്താണ്, റിസ്ക് എത്രയായാലും അതിനോട് ന്യൂട്രൽ ആണ്, റിട്ടേൺ എന്താണ് ആ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിലും റിസ്കിൽ വരുന്ന വേരിയേഷൻ അവരെ എഫക്റ്റ് ചെയ്യാനേ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് വരിക. അതേസമയം റിസ്ക് ടേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരൊരു ഡൗൺവേർഡ് ഫോളിംഗ് ആയിരിക്കും.
ഓക്കെ, റിസ്ക് ടേക്കേഴ്സിൻ്റെ ഒരു ഡൗൺവേർഡ് ഫോളിംഗ് ആയിരിക്കും. കാരണം അവർ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ റിട്ടേണിൽ വരുന്ന ചെറിയ വേരിയേഷൻ, റിസ്ക് കൂടുന്നുണ്ടെങ്കിലും റിട്ടേണിൽ ചെറിയ വേരിയേഷൻസ് വന്നാലും അത് അവരെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ റിസ്ക് അവേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു അപ്വേർഡ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവും, റിസ്ക് ന്യൂട്രൽ ആയിട്ടുള്ളവർക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഇൻഡിഫറൻസ് കർവും, റിസ്ക് ടേക്കേഴ്സിന് ഒരു ഡൗൺ ഫോളിംഗ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവുമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ നമുക്ക് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരുന്ന പോർട്ട്ഫോളിയോ അത് ഇൻവെസ്റ്ററിൻ്റെ ആറ്റിറ്റ്യൂഡുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് ഇതാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരുന്ന എല്ലാ പോർട്ട്ഫോളിയോസും എപ്പോഴും ചൂസ് ചെയ്തുകൊള്ളണം എന്നില്ല. അതിൽ ഇൻവെസ്റ്ററുടെ റിസ്ക് ആറ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന പോർട്ട്ഫോളിയോസിനെ മാത്രമേ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിട്ട് ചൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, ഓരോ റിസ്ക് ആറ്റിറ്റ്യൂഡിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദ പോയിന്റ് അറ്റ് വിച്ച് ദർ എക്സിസ്റ്റ് എ ടാൻജൻസി ബിറ്റ്വീൻ ഇൻഡിഫറൻസ് കർവ് ആൻഡ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഈസ് ദി ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. ഇനി എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ആകുന്ന പൊസിഷനിലാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ഉണ്ടാവുക. അപ്പോൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഏതൊരു ഷേപ്പിലാണ്, ഈ ഒരു കർവ് ഷേപ്പിലാണെന്ന് പറഞ്ഞു. ഇനി ആസ് പെർ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേർഷൻ പ്രിഫർ ചെയ്യുന്നവരാണ്. അവരുടെ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയായിരിക്കും, ഈ ഒരു അപ്വേർഡ് ഷേപ്പിലാണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനിലുള്ളതായിരിക്കും ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോനെയാണ് നമ്മൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുക. അപ്പോൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരുന്ന പോർട്ട്ഫോളിയോയിൽ നമ്മുടെ റിസ്ക് ആറ്റിറ്റ്യൂഡ്, ഇൻവെസ്റ്ററിൻ്റെ റിസ്ക് ആറ്റിറ്റ്യൂഡുമായിട്ട് മാച്ചായി പോകുന്നതിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി റിസ്ക് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, റിസ്ക് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. ആ ഇൻഡിഫറൻസ് കർവ് റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ആൾക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു, അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഡിഫറൻസ് കർവും ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടുന്ന പോർട്ട്ഫോളിയോ ആണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിയറിയിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ തിയറിയിൽ മീൻ വേരിയൻസിൽ നമ്മൾ എന്താണ്, ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ, ഏതൊക്കെ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യണമെന്ന് പഠിച്ചു. ഇനി ആ ഒരു സെക്യൂരിറ്റീസിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിലേറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ളതിനെ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ തിയറി ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും ഈ ഒരു ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ നമ്മളെന്താണ്, റിസ്ക് ആറ്റിറ്റ്യൂഡും എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം റിസ്ക് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററിന് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാക്സിമം റിട്ടേൺ ഏൺ ചെയ്യാൻ പറ്റുന്ന പോർട്ട്ഫോളിയോനെ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറീൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അസംഷൻസ്. എന്തൊക്കെയാണ് ഈ ഒരു തിയറിയുടെ അസംഷൻസ് എന്നുള്ളതാണ്. ദ മോഡൽ അസ്യൂംസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റേഷണൽ ആൻഡ് വിൽ ഓൾവേസ് ബിഹേവ് ഇൻ സർട്ടൈൻ മാനർ. ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും, അവർ റാഷണൽ തിങ്കിങ് ആയിരിക്കും. ഓക്കെ, അവർ ലോജിക്കലി ബിഹേവ് ചെയ്യുന്നവരാണ്, ഇമോഷണലി അല്ല, അവർ റാഷണലി തിങ്ക് ചെയ്യുന്നവരാണ്. ദെൻ അസ്യൂംസ് ദാറ്റ് ഓൾ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, എല്ലാ ഇൻവെസ്റ്റേഴ്സും എന്താണെന്നാണ് അവർ അസ്യൂം ചെയ്യുന്നത്, റിസ്ക് അവേഴ്സ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്.
പക്ഷെ റിയാലിറ്റി എന്താണ്? ഒരിക്കലും എല്ലാ ഇൻവെസ്റ്റേഴ്സും റിസ്ക് അവേഴ്സ് ആയിരിക്കില്ല അല്ലേ. ചിലർ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും, ചിലർ റിസ്ക് ന്യൂട്രൽ ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു തിയറിയിൽ അസ്യൂം ചെയ്യുന്നത് എല്ലാ ഇൻവെസ്റ്റേഴ്സും റിസ്ക് അവേഴ്സ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കുമ്പോൾ ഇൻഡിഫറൻസ് കർവ് ആരുടെയാണ് എടുത്തത്? റിസ്ക് അവേഴ്സിൻ്റെ ഇൻഡിഫറൻസ് കർവാണ് എടുത്തത്. കാരണം ഈ ഒരു തിയറി പ്രകാരം ഇൻവെസ്റ്റേഴ്സ് എല്ലാം റിസ്ക് അവേഴ്സ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ആൻഡ് അസ്യൂംസ് ദാറ്റ് ദർ ആർ ഓൺലി 2 different types of assets, ലോ റിട്ടേൺ ആൻഡ് ഹൈ റിട്ടേൺ. 2 തരത്തിലുള്ള അസറ്റ്സ് ആണുള്ളത്. ഒന്നല്ലെങ്കിൽ ഹൈ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ലോ റിട്ടേൺ. ഇതിനിടയിലുള്ളൊരു ഇതില്ല. Then there is no transaction cost and no tax. ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സും ഇല്ല എന്നാണ് ഈ ഒരു തിയറി അസ്യൂം ചെയ്യുന്നത്. അതും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത്. പല അസംഷൻസും എന്തല്ല റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതൊന്നും പോസിബിൾ അല്ല. അസ്യൂംസ് ദാറ്റ് എവറി ഇൻവെസ്റ്റർ ഹാസ് അൺലിമിറ്റഡ് ആക്സസ് ടു ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ആക്സസ് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് അടുത്തൊരു അസംഷൻ. എല്ലാ ഇൻഫർമേഷൻസും എല്ലാവർക്കും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. Then diversification is the only way to minimize investment risk. റിസ്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ മാത്രമാണ് ഒരു മെത്തേഡ് ആയിട്ടുള്ളത്. ദെൻ എഫിഷ്യൻറ്റ് മാർക്കറ്റ്. എഫിഷ്യൻറ്റ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻഫർമേഷൻ ആക്സസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അത് പ്രൈസിൽ റിഫ്ലക്റ്റ് ആവും എന്നുള്ളതാണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിലും അത് പ്രൈസിൽ റിഫ്ലക്റ്റ് ആവും. ഇപ്പോൾ നല്ല ഇൻഫർമേഷൻസ് ആണെങ്കിൽ പ്രൈസ് കൂടും, അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് കുറയും. അപ്പോൾ പ്രൈസ് എപ്പോഴും എല്ലാ ഇൻഫർമേഷനെയും റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു എഫിഷ്യൻറ്റ് മാർക്കറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹോമോജീനിയസ് എക്സ്പെക്ടേഷൻസ്. ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും സെയിം ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. കാരണം അവരെല്ലാവരും റിസ്ക് അവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പെക്ടേഷൻസും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ അവർ സെയിം രീതിയിലാണ് കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അസംഷനിലൂടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഹോമോജീനിയസ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും. അതുകൊണ്ട് സെയിം രീതിയിലായിരിക്കും അവരെല്ലാ കാര്യങ്ങളും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following best describes diversification according to modern portfolio theory? മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പ്രകാരം ഡൈവേഴ്സിഫിക്കേഷനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിംഗ് ഇൻ എ സിംഗിൾ അസറ്റ് ക്ലാസ്, സ്പ്രെഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് വേരിയസ് അൺറിലേറ്റഡ് സെക്യൂരിറ്റീസ്, ഫോക്കസിംഗ് ഓൺ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ അസറ്റ്സ് ഓൺലി, അവോയ്ഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഏതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ സ്പ്രെഡിങ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോർട്ട്ഫോളിയോ ആണ്, സ്പ്ലിറ്റ് ചെയ്യലാണ്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്പ്രെഡിങ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് വേരിയസ് അൺറിലേറ്റഡ് സെക്യൂരിറ്റി. അൺറിലേറ്റഡ് ആവാം, കാരണം എന്താണ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് അല്ലെങ്കിൽ സീറോ കോറിലേഷൻ ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Then the next question, according to modern portfolio theory, what happens when you combine two securities with a negative correlation? നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആവുന്ന 2 സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ റിസ്കിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. പോർട്ട്ഫോളിയോ റിസ്ക് ഇൻക്രീസ് ചെയ്യും, റിട്ടേൺ ബിക്കം അൺപ്രഡിക്റ്റബിൾ, റിസ്ക് സെയിം ആയിരിക്കും, റിസ്ക് ഡിക്രീസ് ചെയ്യും. നെഗറ്റീവ് കോറിലേറ്റഡ് ആവുമ്പോൾ ഏറ്റവും ബെറ്റർ അതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ റിസ്ക് കുറയാണ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഇൻ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി? എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. ടു ഫൈൻഡ് പോർട്ട്ഫോളിയോസ് വിത്ത് ദ ഹയസ്റ്റ് റിസ്ക് വിത്ത് ലോവസ്റ്റ് റിട്ടേൺ, ഐഡൻറ്റിഫൈ പോർട്ട്ഫോളിയോസ് വിത്ത് മാക്സിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, ടു എലിമിനേറ്റ് റിസ്ക് എൻറ്റയർലി. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then the next question, which statistical measure is used to assess the risk of an individual security? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ യൂസ് ചെയ്യുക? മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോറിലേഷൻ, കോഎഫിഷ്യൻറ്റ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിസ്ക് കണ്ടുപിടിക്കാം. പക്ഷെ മെയിൻ ആയിട്ട് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന മെഷറായിട്ട് കൺസിഡർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹൂ ഡെവലപ്ഡ് ദ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി? മോഡേൺ പോർട്ട്ഫോളിയോ തിയറി
ആരാണ് ഡെവലപ്പ് ചെയ്തത്? മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയും മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയും സെയിം ആണ്. അപ്പോൾ ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഹാരി മാർക്കോവിറ്റ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൻ വിച്ച് ഇയർ വാസ് ദ മാർക്കോവിറ്റ്സ് മോഡൽ ഫസ്റ്റ് പബ്ലിഷ്ഡ്? ഡെവലപ്പ് ചെയ്തതല്ല, പബ്ലിഷ് ചെയ്ത ഇയർ ആണ്. ഏതാണ്? 1952 അല്ലെ? 1952 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 1950 ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടൈറ്റിൽ ഓഫ് മാർക്കോവിറ്റ്സ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ജേണൽ ഓഫ് ഫിനാൻസ്? ജേണൽ ഓഫ് ഫിനാൻസിൽ പബ്ലിഷ് ചെയ്ത പേപ്പറിൻ്റെ പേരെന്തായിരുന്നു? പോർട്ട്ഫോളിയോ അനാലിസിസ് ആണോ, ഇവാലുവേഷൻ ആണോ, സെലക്ഷൻ ആണോ, ഐഡൻറ്റിഫിക്കേഷൻ ആണോ? സെലക്ഷൻ. ഓക്കെ, പോർട്ട്ഫോളിയോ സെലക്ഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. Efficient portfolio. Efficient portfolio means highest return for a highest risk, highest return at a given level of risk, lowest risk at a given level of return, lowest risk at a lowest return. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക. Markowitz portfolio theory measure the effect of investment in one security only. ആണോ എഫക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വൺ സെക്യൂരിറ്റി ആണോ നോക്കുന്നത്? അല്ല, പോർട്ട്ഫോളിയോ ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2, ഹാരി മാർക്കോവിറ്റ്സ് മോഡൽ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ജേണൽ ഓഫ് ഫിനാൻസ് ഇൻ 1950. ഹാരി മാർക്കോവിറ്റ്സ് മോഡൽ പബ്ലിഷ് ചെയ്തത് 1950 അല്ല, 1952 പബ്ലിഷ് ചെയ്തത്. ഡെവലപ്പ് ചെയ്തതാണ് 1950. ഓക്കെ, അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ false. Okay, both 1 and 2 incorrect statement ആണ് കേട്ടോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ. അപ്പോൾ ബോത്ത് 1 and 2ഉം റോങ് ആണ്. ഓക്കെ, മാർക്കോവിറ്റ്സ് സേസ് ടു ഇൻക്ലൂഡ് ഡാഷ് കോറിലേഷൻ ഇൻ പോർട്ട്ഫോളിയോ. ഇന്നത്തെ കോറിലേഷൻ ആണ് യൂസ് ചെയ്യാനാണ് പറയുന്നത്? നെഗറ്റീവ് കോറിലേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൻട്രാക്റ്റീവ് റിസ്ക് എക്സ്പ്ലെയിൻ. ഇൻട്രാക്റ്റീവ് റിസ്ക് എന്താണ്? How return of one security is related to another, how risk of one security related to another, how risk of one security related to entire market, none of the above. എന്താണ് interactive risk? How return of one security related to another. Okay, option A ആണ് കറക്റ്റ് ആൻസർ. റിട്ടേൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കേട്ടോ നോക്കുന്നത്. കോറിലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. Then choose the correct statements from the following. Statement 1, MPT assumes that all investors are risk lovers. ആണോ? റിസ്ക് അവേഴ്സ് എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then most of the time the risk of portfolio is equal to the weighted average risk of individual security. ആണോ? നമ്മൾ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിലെ മീൻസ് വേരിയൻസ് തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ will be less than the weighted average risk of individual security. അതിനേക്കാൾ കുറവാണ് ഉണ്ടാവുക. റിട്ടേൺ ആണ് ഈക്വൽ ആണ് ഉണ്ടാവുക, റിസ്ക് കുറവാണ് ഉണ്ടാവുക, എക്സെപ്റ്റ് ഇൻ പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ദ തേർഡ് വൺ, the portfolio on the efficient frontier that matches with the investor risk attitude is called optimal portfolio. അല്ലേ? കറക്റ്റ് ആണല്ലേ. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിലെ ഇൻവെസ്റ്ററുടെ റിസ്ക് ആറ്റിറ്റ്യൂഡുമായിട്ട് മാച്ച് ചെയ്യുന്ന പോർട്ട്ഫോളിയോനെയാണ് നമ്മൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദെൻ ദ ഫോർത്ത് വൺ, റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഇൻറ്റു പ്രോബബിലിറ്റി. റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് വേരിയൻസ് ഇൻറ്റു പ്രോബബിലിറ്റി ആണോ? അല്ല. എന്തുകൂടി വേണം അവിടെ? ഇൻ്ററാക്റ്റീവ് റിസ്ക് കൂടി വേണം. അപ്പോൾ വേരിയൻസ് ഇൻറ്റു പ്രോബബിലിറ്റി അല്ല എന്ത് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലി 3. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവാനുള്ള കാരണം ഇത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് ആണ്. വേരിയൻസ് ഇൻറ്റു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഇൻറ്ററാക്റ്റീവ് റിസ്ക് കൂടി വരുമ്പോഴാണ് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ദെൻ ആൻ ഇൻഡിഫറൻസ് കർവ് ഷോസ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ദ മോസ്റ്റ് ഡിസൈറബിൾ പോർട്ട്ഫോളിയോ ഫോർ എ പർട്ടിക്കുലർ ഇൻവെസ്റ്റർ, all combination of portfolios that are equally desirable to a particular investor, all combination of portfolio that are equally desirable to all investor, the one most desirable portfolio for all investors. Option B ആണ് correct answer. Okay, ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്ററിന് ഡിസൈറബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും കാണിക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരാളുടെ ഇപ്പോൾ റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് വേണ്ട രീതിയിലുള്ള
കോമ്പിനേഷൻസ് അല്ലെങ്കിൽ അയാൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും ഈ ഒരു ഇൻഡിഫറൻസ് കർവിൽ വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോർട്ട്ഫോളിയോ ലൈസ് ബിലോ ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ലൈസ് ബിലോ ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ, ഒപ്റ്റിമൽ, അൺഅറ്റൈനബിൾ, ഡോമിനൻറ്റ്, ഡോമിനേറ്റഡ്. എന്താണ് ആൻസർ വരിക? ഡോമിനേറ്റഡ് ആണ് ആൻസർ വരിക. കാരണം എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ഓക്കെ, ഇങ്ങനെയാണല്ലോ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഉണ്ടാവുക. എ, ബി, സി, ഡി, ഇങ്ങനെ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ പോർട്ട്ഫോളിയോസ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് എഫ് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് വിചാരിക്കുക. അതെന്താണ്? ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ താഴെയാണ് കിടക്കുന്നത് അല്ലേ, ബിലോ ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ദി പോർട്ട്ഫോളിയോസ് ഇൻ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ഇതെന്താണ്? ഇത് ഡോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരിക്കലും ഇതെന്താണ്? ഇത് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഡോമിനേറ്റഡ് ആണ്, ഡോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി കറക്റ്റായിട്ട് വരുന്നത്. അതേസമയം എഫിഷ്യൻറ്റ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിലുള്ള ഏതെങ്കിലും പോർട്ട്ഫോളിയോ ആണെങ്കിൽ അത് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണ്. കാരണം അവർ ഡോമിനേറ്റ് ചെയ്യുന്നു. എഫ് ആണെങ്കിൽ എഫിനെ ഡോമിനേറ്റ് ചെയ്യാണ്, മറ്റൊരു പോർട്ട്ഫോളിയോ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡോമിനേറ്റഡ് ആണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. MPT is a 3-parameter model. 3 പാരാമീറ്റർ ആണോ? അല്ല, 2 ആണ് കേട്ടോ. മീനും വാരിയൻസും ആണ്. റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 2 പാരാമീറ്റർ മോഡലാണ്. ഹാരി മാർക്കോവിറ്റ്സ് ആർഗ്യൂസ് ദാറ്റ് മാർക്കറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ്. ആണോ? അല്ല, മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question, MPT suggests that investors should aim to maximize risk and return simultaneously, minimize return for a given level of risk, minimize risk for a given level of return, maximize return without considering risk. എന്താണ് ആൻസർ വരിക? മിനിമൈസ് റിസ്ക് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് മാക്സിമൈസ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുക. അതല്ല, മിനിമൈസ് റിസ്ക് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വൈ ആക്സിസ് ഓൺ ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഗ്രാഫ് ടിപ്പിക്കലി. ഇതാണ് ഡെക്സ്, ഇത് വൈ അല്ലേ. അപ്പോൾ വൈയിൽ എന്താണ് നമ്മൾ നോക്കുക? റിട്ടേൺ ആണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ റിസ്ക് ആണ്, ഇവിടെ റിട്ടേൺ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പോർട്ട്ഫോളിയോ, ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന തിയറിയാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. ഓക്കെ, താങ്ക് യു.